അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞതിനെ കുറിച്ചാണ് അല്ലേ. യാ സാഹിബൈ അസ്സിജ്നി അമ്മ അഹദുകുമ ഫയസ്ഖി റബ്ബഹു ഖംറ വ അമ്മൽ ആഖറു ഫയുസ്ലബ് ഫതഅകുലു ത്വയ്റു മിൻഹു ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ ആണ് പറഞ്ഞത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ വഖാല ലില്ലദീ ظن أنه ناج منهم اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. വഖാല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ എന്നൊക്കെ പറഞ്ഞേ, നിങ്ങൾ സ്വപ്ന വ്യാഖ്യാനം ചോദിക്കുന്ന വിഷയം അതെന്താണ്, തീർപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. വഖാല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലില്ലദി യാതൊരുവനോട് പറഞ്ഞു. ആ യാതൊരുവൻ വന്ന അന്നഹു നാജി മിൻഹുമ. വന്ന എന്ന് പറഞ്ഞാൽ വന്ന ആരാ? വന്ന വന്നഹു യൂസുഫ് അദ്ദേഹത്തെക്കുറിച്ച് ധരിച്ചു. അന്നഹു തീർച്ചയായും അവൻ നാജിൻ മിൻഹുമ അവരിരുവരിലും നാജിൻ. എന്താ നാജി? നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. നാജിൻ രക്ഷപ്പെടുന്നവൻ. അവരിരുവരിൽ നിന്നും രക്ഷപ്പെടുന്നവൻ ആരെന്ന് യൂസുഫ് ധരിച്ച ആളോട് യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം. ആരാണിത്? നാജി മിൻഹുമ ആരാണ്? ആ രണ്ടിൽ കൂട്ടുകാരനില്ല ആരാണ്? രാജാവിനെ കുടിപ്പിക്കുന്നവൻ. എന്താണ് പറഞ്ഞത്? വഖാല ലില്ലദീ ظن أنه ناج منهما. എന്താ പറഞ്ഞത്? പറഞ്ഞ ഇതാണ്, ഉസ്കുർനി ഇൻദ റബ്ബിക്. ഉസ്കുർനി എന്താ? ദക്കറ യസ്കുർ എന്ന് പറഞ്ഞാൽ, ദക്കറ എന്ന് പറഞ്ഞാൽ പരാമർശിച്ചു. ഉസ്കുർനി നീ എന്നെ പരാമർശിക്കണം. ഇൻദ റബ്ബിക് നിൻ്റെ യജമാനൻ്റെ അടുക്കൽ, യജമാനൻ്റെ സവിധത്തിൽ. ഫഅൻസാഹു ശൈത്താനു ദിക്ര റബ്ബിഹി ഫലബിസ ഫിസ്സിജ്നി ബിദ്അ സിനീൻ. എന്നാൽ അൻസാഹു ഷെയ്ത്താനു, ഷെയ്ത്താൻ അവനെ മറപ്പിച്ചു. അൻസ എന്നാണ് മറപ്പിച്ചു. അൻസാഹു അവനെ മറപ്പിച്ചു. ഷെയ്ത്താൻ എന്ത് മറപ്പിച്ചു? ദിക്ര റബ്ബിഹി തൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ. തൻ്റെ റബ്ബിനോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ആ പരാമർശം ഉണ്ടല്ലോ, അതിനെ മറപ്പിച്ചു. അത് കാരണത്താൽ ലബിസ ഫിസ്സിജ്നി ബിദ്അ സിനീൻ. ലബിസ എന്നാൽ മക്കസ താമസിച്ചു യൂസുഫ് അലൈഹിസ്സലാം ഫിസ്സിജിൻ ആ ജയിലിൽ ബിദ്അ സിനീൻ ചില വർഷങ്ങൾ. അതിൽ നമ്മൾ കുറച്ച് വിഷയങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, വഖാല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലില്ലദീ ظن أنه ناج منهما അവരിരുവരിൽ നിന്നും രക്ഷപ്പെടുന്നവൻ എന്ന് വന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? വിചാരിച്ചു. ശരിക്കും വിചാരിച്ചു എന്നല്ല, ഉറപ്പിച്ചു ആണ്. ബന്നക്ക് രണ്ട് നിലക്കർത്ഥമുണ്ട്. ഒന്ന് ഊഹിച്ചു, അതാണ് അതിൻ്റെ അർത്ഥം. ഇജ്തനിബു കസീറം മിന ബൻ ഇന്ന ബഅദ ബന്നി ഇസ്മുൻ. അത് ഊഹം, ഊഹിച്ചു. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഊഹിക്കല്ല ചെയ്യുന്നത്, പിന്നെയോ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു എന്ന് പറയുന്നത്? ഇവിടെ അർത്ഥം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തുകൊണ്ടാണ് ഉറപ്പിച്ചു എന്ന് പറയുന്നത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉറപ്പിച്ചു എന്ന് പറയുന്നത്, ദാലികുമാ മിമ്മ അല്ലമനി റബ്ബി. ഇതെപ്പോഴാണ് പറയണത്? ഇവർ സ്വപ്ന വ്യാഖ്യാനം പറയാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലോ. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ട് ജയിലിൽ കിടക്കുമ്പോൾ ഇവർ കണ്ട സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനം ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബഅതുകുമാ ബിതഅവീലിഹി ഖബ്ല യഅതിയകുമാ ദാലികുമാ മിമ്മ അല്ലമനി റബ്ബി. എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത വിവരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ഊഹിച്ചു എന്നല്ല, പിന്നെയോ ഉറപ്പിച്ചു എന്നാണ്. വഖാല ലില്ലദീ ظن أنه ناج منهما അവരിരുവരിൽ നിന്നും രക്ഷപ്പെടും എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉറപ്പിച്ച വ്യക്തിയോട് പറഞ്ഞു, ഉസ്കുർനി ഇൻദ റബ്ബിക്. ഉസ്കുർനി നീ എന്നെ പരാമർശിക്കണം, പറയണം. ഇൻദ റബ്ബിക് നിൻ്റെ യജമാനൻ്റെ അടുക്കൽ. ഫഅൻസാഹു ശൈത്താനു ദിക്ര റബ്ബിഹി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത് പറഞ്ഞെങ്കിലും
അൻസാഹു ഷെയ്ത്താൻ, ഷെയ്ത്താൻ അവനെ മറപ്പിച്ചു കളഞ്ഞു. ആരെ മറപ്പിച്ചു കളഞ്ഞു? രാജാവിനെ കുടിപ്പിക്കേണ്ട ആ വ്യക്തി ഉണ്ടല്ലോ, രക്ഷപ്പെടുന്ന ആ വ്യക്തി, അവനെ മറപ്പിച്ചു കളഞ്ഞു. എന്ത്? ദിക്റ റബ്ബി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ പറയുന്നതിന്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ ഒരു യൂസുഫ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഒരു സുഹൃതവാൻ ജയിലിലുണ്ട് എന്നുള്ള കാര്യം പറയുന്നതിനെ മറപ്പിച്ചു കളഞ്ഞു. അത് കാരണത്താൽ ലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ വീണ്ടും വർഷങ്ങൾ കഴിയേണ്ടി വന്നു. ബിദ്അ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മുതൽ 9 വരെ വർഷങ്ങൾക്കാണ് പറയാം. 3 മുതൽ 9 വരെ, 10ൽ കുറഞ്ഞ എണ്ണത്തിനും പറയും. മിക്കവാറും ബിദ്അ പറയൽ 7 വർഷത്തിനാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുറേ ജയിലിൽ കിടന്നു. ഇത് കാരണത്താൽ പിന്നെ 7 വർഷം കിടന്നു. 7 വർഷം ജയിലിൽ, മൊത്തത്തിൽ 7 വർഷമല്ല, പിന്നെയോ കുറേ ജയിലിൽ കിടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യണത്? ഈ സംഭവം, ഈ ശൈത്താനെ മറപ്പിക്കൽ കാരണത്താൽ പിന്നെയും 7 വർഷം കിടന്നു എന്നാണ്. അവിടെ ഒരു വിഷയം, ഷെയ്ത്താൻ മറപ്പിച്ചത് ആരെ എന്നുള്ളതാണ്. ഫഅൻസാഹു ഷൈത്താനു ദിക്റ റബ്ബിഹി, ഷെയ്ത്താൻ അൻസാഹു അവനെ മറപ്പിച്ചു എന്നാണ്. ഈ അവൻ ആരാ? നമ്മൾക്കൊക്കെ വരിക ഈ രക്ഷപ്പെട്ട വ്യക്തിയാണ്, സ്വപ്നം കണ്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഫഅൻസാഹു, അതിലൂടെ യൂസുഫിനെ മറപ്പിച്ചു. ആര്? ഷെയ്ത്താൻ മറപ്പിച്ചു. എന്തിന്? ദിക്റ റബ്ബി, തൻ്റെ റബ്ബിനെ ഓർക്കുന്നതിന്. അതായത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വ്യക്തിനോട് പറയാണ്, ഉസ്കുർനി ഇൻദ റബ്ബിക്, നിൻ്റെ യജമാൻ്റെ അടുക്കൽ നീ എന്നെക്കുറിച്ച് പരാമർശിക്കണം എന്ന്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അടിമയോട് തൻ്റെ ഒരു വിഷയം വേവലാതിപ്പെട്ടതിനാൽ, ശരിക്കും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വേവലാതിപ്പെടേണ്ടത് ആരോടാണ്? അള്ളാഹിനോടാണ്. പക്ഷെ അള്ളാഹിനോട് വേവലാതിപ്പെടുന്നതിന് പകരം തൻ്റെ ഒരു അവശ്യഘട്ടത്തിൽ ഒരു പടപ്പിനോട് വേവലാതിപ്പെട്ടതിനാൽ അതിലൂടെ അൻസാഹു ഷെയ്ത്താൻ, യൂസുഫിനെ ഷെയ്ത്താൻ മറപ്പിച്ചു കളഞ്ഞു. ദിക്റ റബ്ബിഹി, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ. ശരിക്കും അള്ളാഹ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടാണ് വേണ്ടിയിരുന്നത്, പക്ഷേ ഇത് ഒരു പടപ്പിനോട് സങ്കടപ്പെട്ടു. അതുകൊണ്ട് ആദാത്തു സാദാത്ത്, സാദാത്തുൽ ആദാത്ത് എന്നാണ്. എന്താ ആദാത്തു സാദാത്ത്? സാദാത്ത് എന്നാണ് നേതാക്കന്മാർ. സാദാത്തിൻ്റെ ആദാത്ത്, പതിവുകളുണ്ടല്ലോ, അത് സാദാത്തുൽ ആദാത്ത് എന്നാണ്. ആദാത്തുകളിൽ സാദാത്താണ്. അതേപോലെ തന്നെ പറയും ഹസനാത്തുൽ അബ്രാർ സയ്യിആത്തുൽ മുഖറബീൻ എന്ന്. എന്താ ഹസനാത്തുൽ അബ്രാർ? പുണ്യവാന്മാർക്കുള്ള നന്മകൾ, അത് മുഖറബീങ്ങൾക്ക് ചിലപ്പോൾ തിന്മയായിരിക്കും എന്നാണ്. മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാലും അബ്രാർ എന്ന് പറഞ്ഞാൽ അബ്രാർ നല്ലവരാണ്, മുഖറബീങ്ങൾ നല്ലവർ തന്നെയാണ്. പക്ഷേ മുഖറബീങ്ങൾ എന്നാണ് അള്ളാഹിനോട് ഏറ്റവും അടുത്തവരാണ്. അപ്പോൾ പിന്നെ പുണ്യാളന്മാരുടെ ചില നന്മകൾ അള്ളാഹിനോട് ഏറ്റവും അടുത്തവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഒരു തിന്മ പോലെയായിരിക്കും എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങൾ തിരുത്തിയില്ലേ. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, നബിയെ നിങ്ങൾ എന്തിനാണ് അള്ളാഹു ഹലാലാക്കിയത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചത്? എന്താ അവിടെ വിഷയം? തേൻ കുടിക്കുന്ന വിഷയമാണ്. തൻ്റെ ഭാര്യയുടെ അടുക്കൽ വെച്ചിട്ട് തേൻ കുടിക്കുന്ന വിഷയമാണ്. ഇനി ആ തേൻ കുടിക്കൂല എന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? പിന്നെ തേൻ കുടിച്ചപ്പോൾ ഭാര്യമാർ പറഞ്ഞ എന്തോ ഒരു ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാൻ തേൻ കുടിക്കൂല എന്ന് പറഞ്ഞത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഒരു കുറ്റമല്ല, സാധാരണ ഒരു കുറ്റമല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തി. ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച തേൻ എന്തിനു വേണ്ടെന്ന് വെക്കണം? മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുണ്ട്. പിന്നെ അബ്രാറിൻ്റെ ഹസനാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖറബീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ചില വീഴ്ചകളാണ് എന്ന ഒരു ഇതുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറയുന്നത്, അള്ളാഹ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സങ്കടം പടപ്പിനോട് ബോധിപ്പിച്ചതിനാൽ ഷെയ്ത്താൻ യൂസുഫിനെ തൻ്റെ റബ്ബായ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ മറപ്പിക്കുകയാണ് ചെയ്തത്. അതിനാൽ അതിൻ്റെ ശിക്ഷയാണ് ഫലബിസ്, അത് കാരണത്താൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഫിസ്സിജിനി ബിദ്അ സിനീൻ, വർഷങ്ങൾ വീണ്ടും എന്ത് ചെയ്തു? ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നാണ്. അങ്ങനെ ഈ ആയത്തിന് തഫ്സീർ ഞാനത് ഉദ്ധരിച്ചെന്തെന്ന് വെച്ചാൽ, മുഫസ്സിരീങ്ങൾ പറയുന്നത് ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും എന്ത് ചെയ്യുക, പടപ്പുകളെ ആശ്രയിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ്. അതായത് പിന്നെ
അവരെപ്പോഴും എന്തായിരിക്കണം, അള്ളാഹിനോട് ബന്ധം വളക്കുന്ന അവസ്ഥയിലായിരിക്കണം എന്നുള്ളതാണ് അവിടെ. പിന്നെ അള്ളാഹിനോട് സങ്കടപ്പെടാത്തൊരവസ്ഥ വന്നപ്പോൾ അതിലാണ് ഈ ഒരു ശിക്ഷ വന്നതെന്നാണ്. ഇന്ന് നമ്മൾ അതെന്തിനാ പ്രത്യേകം അടിവരട്ട് വായിക്കണത്? ഇന്ന് അള്ളാഹിനോട് മാത്രം സങ്കടപ്പെടേണ്ട വിഷയങ്ങൾ, അതിൽ അള്ളാഹിനെ മറന്നിട്ട് എന്ത് ചെയ്യണം, പടപ്പുകളോടാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അപ്പോൾ എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. അള്ളാഹെന്ന് വിളിക്കേണ്ട അടുത്ത് വിളിക്കണത് ആരാണ്? മടവൂർ ഷെയ്ഖ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വിളിക്കൽ ഇപ്പം ഉണ്ട്, ഒരു പ്രതിസന്ധി ഘട്ടമാണ് ഇതിൽ. ഒരു പടപ്പിനോട് നമുക്ക് പറഞ്ഞൂടെ? പടപ്പിനോട് പറയാം, പ്രതിസന്ധി ഘട്ടത്തിൽ പടപ്പിനോട് നമ്മൾ പറഞ്ഞൂടെ? പടപ്പ് മുന്നിലുള്ള ആളാണ്. അപ്പോൾ പറയാണ്, ഞാനിങ്ങനെ ഒരു ജയിലിൽ കിടക്കുന്ന ഒരാളുണ്ട്, യജമാനോടൊന്ന് പറയണമെന്ന് പറഞ്ഞൂടെ? പറയൽ അനുവദനീയാണ്. പക്ഷെ അവിടെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തി എന്നുള്ളതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം, സ്വപ്നം കണ്ട 2 പേരിൽ രക്ഷപ്പെടുമെന്ന് ഉറച്ച വ്യക്തിയോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യജമാൻ്റെ അടുക്കൽ ചെന്നാൽ ആ യജമാനൻ, അതാണ് ഈ രാജാവ്, ഇൻഷാ അല്ലാഹ് കൂടി വരും, റയ്യാൻ ഇബ്നു വലീദ് എന്നാണ് അയാളുടെ പേര്. റയ്യാൻ ഇബ്നു വലീദ് യജമാൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പരാമർശിക്കണം. പക്ഷേ ഈ രക്ഷപ്പെടുന്ന പെട്ട വ്യക്തി യജമാൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഇക്കാര്യം മറന്നു. ശൈത്താനാണ് മറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വർഷങ്ങൾ എന്ത് ചെയ്തു? ജയിലിൽ തങ്ങേണ്ടി വന്നു, കഴിയേണ്ടി വന്നു എന്നുള്ളതാണ്. തയ്യും ഒക്കെ അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണം? ഇനി ഒരു ലോകരെ കീഴടക്കാനുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഇനി കാല് വെക്കണത്. മനസ്സിലല്ലേ? അപ്പോൾ അതിലേക്കുള്ള ഓരോ ചുവടുകളാണ് ഇതൊക്കെ. ഉസ്കുർനി ഇൻദ റബ്ബിക്ക് എന്നല്ലേ എന്നെക്കുറിച്ച് പറയണം. എന്ത്? ഞാനിവിടെ ജയിലിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ഇങ്ങനെ യൂസുഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് പറയണം. അപ്പോൾ എന്താണ് യൂസുഫ്? എന്താ കാര്യം? എന്തിനാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്? അയാൾക്ക് എന്താ കുറ്റം? എത്രയായിരുന്നു ശിക്ഷ? അത് കഴിഞ്ഞോ ഇല്ലേ? കാലാവധി കഴിഞ്ഞിട്ട് എന്തുകൊണ്ട്? ഇതൊക്കെ സംസാരമാകാൻ വേണ്ടിയിട്ടാണ് അവിടെ പറയാൻ പറഞ്ഞത്. ഇന്നത്തെ മാതിരി ഫയലുകളൊന്നും ഓടുന്ന കാലമല്ല അന്ന്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സൈബർ യുഗത്തിൽ കേസുകളൊക്കെ പെട്ടെന്നാണല്ലോ. അതേസമയം അന്ന് അങ്ങനെയല്ല. അന്ന് ജയിലിൽ വിധിക്കണതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ ഒരു അതാക്കാം, ഒക്കെ ആവാം. ഉസ്കുർനി എന്നാണ് പറഞ്ഞത്, എന്ത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ പറയണം അതൊക്കെ പറഞ്ഞു. ഇപ്പം നാടുവാഴികളുടെ കാലത്ത് തൂക്കിക്കൊന്ന കഥ അറിയുന്നില്ലേ? നമ്മളെ മലയാളക്കരയിൽ വായിച്ച ഒരു കഥയാണത്. ഇവിടെ നാടുവാഴികൾ ഭരിച്ചിരുന്ന കാലത്ത് ഒരാളുടെ മതിൽ വീണിട്ട് ഒരാളുടെ ആട് ചത്ത്. ഒരു വ്യക്തി, 2 അയൽവാസികളാണ്. അപ്പോൾ ഇവൻ്റെ മതിൽ വീണിട്ട് മറ്റവൻ്റെ ആട് ചത്ത്, മതിലിൻ്റെ അടുത്ത് ആടിനെ കൊണ്ടുപോയി കെട്ടിയിട്ട്. അപ്പോൾ നാടുവാഴിനോട് ചെന്നിട്ട് സങ്കടം പറഞ്ഞ്, ആടിൻ്റെ ഉടമ, അയാളുടെ മതിൽ വീണിട്ട് എൻ്റെ ആട് ചത്തിരിക്കുന്നു, അതുകൊണ്ട് നാടുവാഴി ഇതിലൊരു വിധി പറയണമെന്ന്. അപ്പോൾ കേട്ട ഉടനെ നാടുവാഴി പറഞ്ഞ് മറ്റവനെ വിളിച്ചിട്ട്, മതിലിൻ്റെ ഉടമനെ വിളിച്ചിട്ട് പറഞ്ഞ്, നിൻ്റെ മതിൽ വീണിട്ടാണ് എൻ്റെ ആട് ചത്ത്, അതുകൊണ്ട് നിന്നെ തൂക്കി കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. കാലത്തൂൽ തൂക്കി കൊല്ലാൻ വിധിക്കുകയാണ്. അപ്പോൾ ആ സാധു മതിലിൻ്റെ ഉടമ പറയാണ്, അടിയനോട് കനിയണം, അത് അടിയൻ്റെ പ്രശ്നമല്ല, ഈ മതിലുണ്ടാക്കിയ മണ്ണാൻ്റെ പ്രശ്നമാണ്. മതിലുണ്ടാക്കിയ ആളുണ്ടല്ലോ, അയാളുടെ പണിയിലെ കൃത്രിമത്താണ് ആ മതിൽ വീണത്, ഇയാളുടെ ആട് ചത്തത്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് അയാളെ പിടിക്കാൻ പറയാണ്. അപ്പോൾ ഉടനെ നാടുവഴി മണ്ണാനെ വിളിക്കുകയാണ്, നീ മതിലുണ്ടാക്കിയതിലെ ക്രമക്കേടാണ് മതിൽ വീണ ആട് ചാകാൻ കാരണം, അതുകൊണ്ട് നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. ഉടനെ അയാളെ തൂക്കിക്കൊല്ലാൻ. അപ്പോൾ അയാൾ പറയാണ്, അതെൻ്റെ പ്രശ്നമല്ല, ഞാൻ മതിലുണ്ടാക്കിയുള്ള പ്രശ്നമല്ല. പിന്നെയോ എനിക്കൊരു കയ്യാളുണ്ടായിരുന്നു സഹായി, അയാൾ മണ്ണ് കുഴച്ചതിലെ പ്രശ്നമാണ്, അതുകൊണ്ട് എന്നെ വിട്ടിട്ട് അയാളെ പിടിക്കണം എന്നാണ്. അപ്പോൾ അയാളെ പിടിച്ചിട്ട് അയാളെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നീ മണ്ണ് കുഴച്ചതിലെ പ്രശ്നമാണ് ഈ മതിൽ വീഴാൻ കാരണം, അതുകൊണ്ട് ഇയാളുടെ ആൾ ചത്തതിന് പകരം നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. പിന്നെ മതിലിൻ്റെ ഉടമേനെ വിട്ടിട്ട് പിന്നെ ഈ കയ്യാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പോൾ കയ്യാൾ പറയാണ് നാടുവാഴി ക്ഷമിക്കണം, പ്രശ്നം എൻ്റെതല്ല, ഞാൻ മണ്ണെടുത്തത് അപ്പുറത്ത് തൊടുന്നാണ്, വേറൊരാളെ തൊടുന്നാണ് ഇതിലേക്ക് ഈ മതിലുണ്ടാക്കാനുള്ള മണ്ണ് കുഴക്കാൻ മണ്ണ് കൊണ്ടുവന്നത്. അയാളുടെ മണ്ണിൻ്റെ പ്രശ്നമാണ് മതിൽ പൊളിഞ്ഞു വീഴാൻ കാരണം, അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് അയാളെ പിടിക്കാൻ പറയണം. അപ്പോൾ ആ മണ്ണിൻ്റെ ഉടമ ആരാണെന്ന് ചോദിച്ചാൽ അപ്പോൾ വേറൊരാളാണ്. അയാളെ കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മണ്ണിൻ്റെ പ്രശ്നമാണ് ഇയാളുടെ ആട് ചാകാൻ കാരണം, അതുകൊണ്ട് നിങ്ങളെ തൂക്കി കൊല്ലാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ആ സാധുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി വേറൊരാളിലേക്ക് ഇത് ചാരാനില്ല, അതുകൊണ്ട് അയാൾ ആ വിധിക്ക് കീഴ്പ്പെടുകയാണ്.
തൂക്കി കൊല്ലാൻ അയാൾ റെഡിയാവുകയാണ്, കൊല്ലപ്പെടാൻ. അങ്ങനെ കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് കാലത്ത് തൂക്കിക്കൊല്ലണമെങ്കിൽ ഇത് മഹാപാതകമാണല്ലോ. ഇപ്പോൾ ഒരു മഹാപാപിയാണ് ഈ തൂക്കണത്. അപ്പോൾ പിന്നെ ബലിപീഠമൊക്കെ ഒരുക്കി തൂക്ക് കയറൊക്കെ തൂക്കി, പിന്നെ ഇത് കാണണ്ടേ, ഈ കുറ്റം ചെയ്ത ആളെ കൊല്ലണത് കാണണമല്ലോ. അതിനുവേണ്ടി ആളുകളൊക്കെ നോയിട്ട് നിരത്തി, നാട്ടിലുള്ള ആളുകളെ മുഴുവൻ നിരത്തി അങ്ങനെ ജനസമക്ഷം ഇയാളെ തൂക്കുകയാണ്. അപ്പോൾ പീഠത്തിലേക്ക് കയറ്റി നിർത്തിയിട്ട് കുറ്റം വായിച്ച് അയാളെ കേൾപ്പിച്ച്, നിങ്ങളുടെ മണ്ണിൻ്റെ പ്രശ്നമാണ്, മതിൽ പൊളിഞ്ഞു വീഴാൻ കാരണം, ആട് ചാകാൻ കാരണം, അതുകൊണ്ട് നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് എന്ന് പറയണം. അങ്ങനെ കൊലക്കയറ് ഇറക്കി അതിങ്ങനെ കണ്ണിയായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇറക്കിയിട്ട് പിന്നെ അള്ളാഹു കാക്കട്ടെ അസ്തഗ്ഫിറുള്ള, പിന്നെ തൂക്കലാണല്ലോ. അപ്പോൾ ഈ കൊലക്കയറിങ്ങനെ ഇറക്കിയിട്ട് ഇത് തലയിൽ കൊള്ളണില്ല. ഇയാളെ തല കുറച്ച് വലുതാണ്. ഇതിക്ക് ഇറക്കി നോക്കുമ്പോൾ ഇത് കൊള്ളണില്ല, എങ്ങനെ ഈ തലയ്ക്ക് കൊള്ളണില്ല. അപ്പോൾ നാടുവാഴി ഉണ്ട് ഇത് കാണാൻ വേണ്ടി വന്നിട്ട് നടപ്പിലാക്കാം. അപ്പോൾ ഇത് കൊള്ളണില്ല. അപ്പോൾ നാടുവാഴി പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടിട്ട് ഈ കാണാൻ വന്നതിൽ ചെറിയ തലയുള്ള ഒരാളെ പിടിച്ച് തൂക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ വലിയ തലയുള്ള ആളെ ഇറക്കി വിട്ടിട്ട് കാണാൻ വേണ്ടി വന്ന നാട്ടുകാരിൽ നിന്ന് ചെറിയ തലയുള്ള ഒരാളെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഇത് തലയിലിട്ടിട്ട് തൂക്കിക്കൊന്നു എന്നാണ് കഥ. ഞാൻ പറഞ്ഞാൽ പണ്ട് കാലങ്ങളുടെ പലപ്പോഴുള്ളൊരവസ്ഥയാണത്, കുറ്റം വിധിക്കുന്നതിലും ശിക്ഷിക്കുന്നതിലും ഒക്കെ ഉള്ള. അല്ല കുല്ലിൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങൾ അവർക്കറിയാം യൂസുഫ് ആരാണ് എന്നുള്ളത്. എന്നിട്ടും ഫലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ മൻസിയൻ മദ്ലൂമൻ എന്നാണ് തഫ്സീറിൽ. മൻസിയൻ എന്ന് പറഞ്ഞാൽ വിസ്മരിക്കപ്പെട്ടവനായി, മദ്ലൂമൻ എന്ന് പറഞ്ഞെങ്കിൽ മർദ്ദിതനായി. നിരപരാധിയാണ്, ആരും പരിഗണിക്കാതെ അദ്ദേഹം ജയിലിൽ വർഷങ്ങൾ കിടന്നു എന്നുള്ളതാണ്. പിന്നെയും വർഷങ്ങൾ കിടന്നു. അത് എത്ര എന്നുള്ളത് അറിയില്ല. ചിലർ പറഞ്ഞത് ആദ്യം 5 പിന്നെ 7, അപ്പോൾ 12 വർഷം. ചിലർ അത് കൂടിയും കുറഞ്ഞൊക്കെ കണക്കുകൾ പറഞ്ഞിട്ട് എന്തായാലും വർഷങ്ങൾ കിടന്നു എന്നുള്ളതിൽ വലിയ ഇഷ്കാല്ല, അള്ളാഹു പറഞ്ഞല്ലേ. പക്ഷെ ഒക്കെ അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയം, അതിലൊക്കെ അള്ളാഹു വലിയ ഹൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. വഖാലൽ മലികു ഇന്നി അറാ സബ്അ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ് വസബ്അ സുംബുലാത്തിൻ ഖുദ്രിൻ വഉഖറ യാബിസാത്ത് യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫീ റുയായ ഇൻ കുൻതും ലിർറുയാ തഅബുറൂൻ. എന്താ? വഖാലൽ മലിക്, രാജാവ് പറഞ്ഞു. രാജാവ് അതാ ഇതുവരെ നമ്മൾ റബ്ബ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വക്കാലൽ മലിക്കു, രാജാവ് പറഞ്ഞു. ഈ മലിക്കിൻ്റെ പേര് അന്നത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിച്ച നാളിൽ മലിക്കിൻ്റെ പേര് അറയ്യാൻ ഇബ്നു വലീദ് എന്നാണ്. അറയ്യാൻ ഇബ്നു വലീദ് എന്ന രാജാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നി അറ സബ്അ ബഖറാത്തിൻ, ഇന്നി അറ തീർച്ചയായും ഞാൻ കാണുന്നു. അറ എന്ന് പറഞ്ഞാൽ കണ്ടു. നമ്മൾ പറഞ്ഞില്ലേ ബസരിയുണ്ട്. എന്താ ബസരിയ പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ച. പിന്നെ കൽബിയുണ്ട്. കൽബി എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സുകൊണ്ടുള്ള കാഴ്ച, ഉൾക്കാഴ്ച. പിന്നെ ഉണ്ട്, അതാണ് മനാമിയ, ഉറക്കിൽ, റുയ മനാമിയ, സ്വപ്നം. ഇവിടെ അറ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ് അർത്ഥം. ഇന്നി അറ, ഞാൻ സ്വപ്നം കാണുന്നു. എന്തിനെ? സബ്അ ബഖറാത്തിൻ, 7 ബഖറാത്ത്. ബഖറാത്ത് എന്താ? പശുക്കൾ. ബഖറാത്ത് 7 പശുക്കളെ. എങ്ങനെയുള്ള പശുക്കൾ? സിമാനിൻ, സിമാൻ എന്താ? സിമാൻ തടിച്ച. സെമീനത്തുൻ സിമാൻ. സെമീൻ അറിയും, തടിച്ച മനുഷ്യൻ. സെമീനത്തുൻ. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഒരാൾ സെമീനത്തായിരുന്നു. ആരാ? അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാത്രി ആ മഹദി പിന്നെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ വലിപ്പം കണ്ടിട്ടാണ് ഉമർ പറയണത്, നിങ്ങളിങ്ങനെ ഇറങ്ങാൻ പാടില്ല, പേര് വിളിച്ചിട്ട്. അപ്പോൾ സൗദ ബിന്ത് സമ്മ, സൗദ റളിയല്ലാഹു തആല അൻഹ, സൗദ റളിയല്ലാഹു തആല അൻഹ വയസ്സും കൂടുതലായിരുന്നു റസൂലുള്ളാഹിയേക്കാൾ, അവർ തടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഉമർ പറയാണ്, സൗദ എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ട്, നിങ്ങളിങ്ങനെ വീടിട്ട് ഇറങ്ങാൻ പാടില്ല. വീടിട്ട് ഇറങ്ങാനത് എന്തിനാണ്? ഷോപ്പിങ്ങിനല്ല. പിന്നെയോ അവർ വീട്ടിലന്ന് ബാത്റൂമൊന്നുമില്ല. പിന്നെയാണ് അവർക്ക് ഇതൊക്കെ വരുന്നത്, കനീഫ് വരുന്നത് വീട്ടിൽ.
ബാത്റൂം. അപ്പോൾ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വീട് വിട്ടിട്ട് രാത്രി ഒന്നും ഇറങ്ങാൻ പാടില്ല സൗദ, എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹദീസിൽ കാണാം ആ കേട്ടോടത്തു നിന്ന് സൗദ മടങ്ങിയെന്നാണ് വീട്ടിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ്. അപ്പോൾ സൗദ തന്നെ ആണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇത് പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ വേർത്ത് കുളിച്ച് കിടക്കുകയാണ്. അപ്പോൾ വഹി വരികയാണ്. ആ വഹിയിൽ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് അവരുടെ ആവശ്യ നിർവഹണത്തിന് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് ഇറങ്ങാം, പോകാം എന്നുള്ളതാണ്. മഹദി വളരെ സൂക്ഷ്മത ഉള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജ് ചെയ്ത് എല്ലാ ഭാര്യമാരും 9 ഭാര്യമാർ ഹജ്ജ് ചെയ്ത് ഹജ്ജത്തുൽ വദാഇൽ. എന്നിട്ട് റസൂൽ ഒരു കാര്യം പറഞ്ഞ്, ഇനി ഇൽസംന അൽ ഹുസുർ, ഇനി നിങ്ങൾ നിങ്ങളുടെ പായ, നിസ്കാരപ്പായയെ അവലംബിച്ച് അല്ലെങ്കിൽ വീട്ടിലുള്ള പായയെ അവലംബിച്ച് കഴിയണം, ഇനി വീട് വിട്ടിറങ്ങരുത് എന്ന് റസൂലുള്ളാഹി അന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം ഒരാവശ്യത്തിനും ഇറങ്ങണ്ടെന്നല്ല. റസൂലുള്ളാഹി നിങ്ങൾക്ക് വീട്ടിൽ ഒതുങ്ങി കഴിയണം എന്നുള്ള അർത്ഥത്തിലാണ്. എല്ലാ ഭാര്യമാരും മനസ്സിലാക്കിയതുപോലെ എല്ലാ 2 ഭാര്യമാർ, സൗദ ബിൻത് സംഅയും സൈനബ് ബിൻത് ജഹ്ഷും ഇല്ല, റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മറ്റുള്ളവരൊക്കെ ഹജ്ജ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ഉമറിൻ്റെ കാലത്തൊക്കെ ഉമറിൻ്റെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹുവിനോടൊപ്പം ആയിഷ റളിയല്ലാഹു ഭാര്യമാരൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ട്. സൗദയും സൈനബ് പോയിച്ച്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ ഇൽസംന ദുഹൂർ അൽ ഹുസുർ, ഇനി നിങ്ങൾ പായപ്പുറത്ത് കഴിയണം എന്ന് പറഞ്ഞപ്പോൾ ആ പായപ്പുറത്ത്. അതുകൊണ്ട് അവരുടെ ചരിത്രത്തിൽ കാണാം തിരുവിയോഗ ശേഷം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് മരിച്ചിട്ട് മക്ബറയിലേക്കാണ്, മയ്യത്ത്. അതാണ് സൈനബ് ബിൻത് ജഹ്ഷ്. അല്ല കുല്ലിൻ പിന്നെ ഏതായാലും ഈ അവർ തടിച്ച് ഒരു സ്ത്രീയായിരുന്നു സൗദ റളിയല്ലാഹു തആല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒപ്പം പോയിട്ട് നിസ്കരിക്കാൻ നിന്ന് സൗദ റളിയല്ലാഹു തആല. കുറേ നേരം ഓതി നിന്ന് നിസ്കരിച്ചപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ റുക്കൂ ചെയ്തപ്പോൾ ദീർഘ റുക്കൂആയി. അപ്പോൾ ഇവരിങ്ങനെ പിന്നെ പ്രയാസപ്പെട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂലെ നിങ്ങൾ ആ റുക്കൂ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളപ്പം കൂടിയല്ലോ, എൻ്റെ റൂഹ് മൂക്ക് കൂടിയിട്ട് പുറത്തു പോകാൻ മാത്രം ഞാൻ സാഹസപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. കാരണം അവർ തടിയായത് കാരണത്താൽ കുറേ നേരം റുക്കൂ അവർക്ക് സാഹസമായി എന്നുള്ളതാണ്. അല്ല കുല്ലിൻ ഇവിടെ സമീനത്തുൻ എന്നതിൻ്റെ ബഹുവചനാണെന്ത് സിമാൻ. ഒരു ഹദീസ് ഉണ്ടല്ലോ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ, അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിമിൻ്റെ നിവേദനത്തിൽ അയ്യുഹിബ്ബു അഹദുക്കും അൻ യകൂന ലഹു സലാസ ഖലിഫാത്തിൻ സിമാനിൻ ഇളാമിൻ എന്ന് പറയുന്നുണ്ട്. സലാസ ഖലിഫാത്ത് എന്താ? സലാസ ഖലിഫാത്ത്, നിങ്ങളിൽ ഒരാൾക്ക് 3 ഒട്ടകങ്ങൾ. എങ്ങനെയുള്ള ഒട്ടകങ്ങൾ? സിമാനിൻ തടിച്ച, ഇളാമിൻ വലിയ 3 ഒട്ടകങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാം റസൂലുള്ളാഹി. അപ്പോൾ സഹാബികൾ പറയാണ്, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ്. 3 ഒട്ടകങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ, എന്താ നടന്മാരല്ലേ വെറുതെ ഇട്ടപ്പോൾ ഇജ്ജനെ പല്ലു പിടിച്ച് നോക്കണമെന്ന് വെച്ചില്ലേ, എന്ന മാതിരി പ്രശ്നം. അപ്പോൾ റസൂൽ പറഞ്ഞ് 3 ഒട്ടകങ്ങൾ തടിച്ച കൊഴുത്ത 3 ഒട്ടകങ്ങൾ ഇഷ്ടമാണെന്ന് ചോദിക്കണം. അപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയാണ്, ഇദാ ഖറഅതും സലാസ ആയാത്തിൻ ഫി സലാത്തിക്കും ഖൈറുൻ ലഹു മിൻ അൻ യകൂന ലഹു സലാസ ഖലിഫാത്തിൻ സിമാനിൻ ഇളാം എന്നാണ്. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ 3 ആയത്ത് ഓതി നിസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉള്ള 3 ഒട്ടകങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നിങ്ങൾക്ക് അതാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട്. നിസ്കാരത്തിൽ ഓതി നിസ്കരിക്കാനുള്ള പ്രോത്സാഹനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ ഹദീസിൽ കാണാം സലാസ ഖലിഫാത്തിൻ സിമാനിൻ ഇളാം. അതീം എന്നല്ല, ഇളാം. അല്ല കുല്ലിൻ പിന്നെ ആ പ്രയോഗം നമ്മൾ കുറേ പിന്നെ ഹദീസുകളിലൊക്കെ വരുന്നതാണ്. ഞാനിവിടെ മുമ്പ് ഉണർത്തിയിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഹാദിഹി നാഖത്തുൻ ഫതിയ്യത്തുൻ സമീനത്തുൻ അദീമ എന്ന് പറയുന്നുണ്ട് ഒരു സംഭവത്തിൽ. ഉബൈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ ബനു ഉസറ ബലി ഗോത്രത്തിൽ നിന്ന് സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചപ്പോൾ, ഉബൈനെ പറഞ്ഞയച്ചപ്പോൾ ഒരാൾക്ക് 30 ഒട്ടകങ്ങളാണ്. 30 ഒട്ടകങ്ങൾ. അപ്പോൾ പിന്നെ ആ 30 ഒട്ടകത്തിന് എത്ര സക്കാത്ത്? ഒരാൾക്ക് 30 ഒട്ടകം ഉണ്ടെങ്കിൽ എന്താ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരാൾക്ക് 30 ഒട്ടകം. 5 ഒട്ടകമാണെങ്കിൽ എത്ര സക്കാത്ത്? 5-ന് 1 ആട്, 10-ന് 2 ആട്, 15-ന് 3 ആട്, 20-ന് 4 ആട്, 25-ന് 5 ആട്. 25 വിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ്? ഒരു ബിന്ദു മഹാദാണ്.
ബിന്ത് മഹാദ്. 30 ഒട്ടകം ഒരാൾക്കുണ്ടെങ്കിൽ ബിന്ത് മഹാദ്. ബിന്ത് മഹാദ് എന്ന് പറഞ്ഞെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് 2-ാം വയസ്സിലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടക കുട്ടിയാണ്. പെണ്ണൊട്ടകത്തിൻ്റെ കുട്ടിക്കാണ് പറയുക ബിന്ത് മഹാദ്. ആണിനല്ല സക്കാത്ത് കൊടുക്കുക, പെണ്ണിനെ സക്കാത്ത് കൊടുക്കുക. കാരണം അതിലല്ലേ ഇത് പ്രത്യുൽപാദനം നടക്കുക. 40 ആണെങ്കിൽ 30 കഴിഞ്ഞിട്ട് പിന്നെ 40 ആണെങ്കിൽ ബിന്ത് ലബൂൻ, 2 വയസ്സ് കഴിഞ്ഞ് 3-ാം വയസ്സിലേക്ക് പ്രവേശിച്ചത്. പിന്നെ അതിലും എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൊക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വയസ്സ് കഴിഞ്ഞ് 4-ാം വയസ്സിലേക്ക് പ്രവേശിച്ച ഒട്ടകം ഇങ്ങനെയാണ്. ഏതായാലും പിന്നെ ഈ വലിയ ഗോത്രക്കാരൻ അയാളടുത്ത് പോയി. ഈ വലിയ ഗോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയിൽ കുറേ വിട്ടാണ്, തബൂക്കിൻ്റെ ഒക്കെ ആ ഭാഗത്താണ്. അവിടെ പോയപ്പോൾ ഉബയ്യാണ് പോണത് സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 30 ഒട്ടകം കണ്ടപ്പോൾ അയാളോട് പറഞ്ഞ് നിങ്ങൾക്കൊരു ബിന്ത് മഹാദാണ്. കാരണം ഉബയ്യാണ് ഉദ്യോഗസ്ഥൻ, ബിന്ത് മഹാദാണ്, കാരണം 30 ഒട്ടകമാണ്. അപ്പോൾ അയാൾ പറയാണ് ബിന്ത് മഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ലബനുൻ വലാ ബഹ്റുൻ, അല്ലെങ്കിൽ ലാ ലബനു യുഹ്ലബ് വലാ ബഹ്റു യുർക്കബ്. 1 വയസ്സ് കഴിഞ്ഞ ഒരു ഒട്ടകത്തിന് പാല് ഇറക്കാനുണ്ടോ? ഇല്ല. അതിൻ്റെ പുറത്ത് കയറിയിട്ട് സവാരി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അയാൾ പറയാണ് ഹാദിഹി നാഖത്തുൻ ഫതിയ്യത്തുൻ അദീമത്തുൻ സമീന. ഈ ചെറിയ ഒട്ടകത്തിന് എടുക്കണ്ട, എൻ്റെ 30 ഒട്ടകങ്ങളിൽ ഫതിയ്യത്തായ യുവത്വം തുളുമ്പുന്ന, അതേപോലെ തന്നെ അദീമത്തുൻ വലിയ, സമീനത്തുൻ കൊഴുത്ത ഒട്ടകമുണ്ട്, അതിനെടുത്തോളിയും എന്ന് പറയണം. അയാൾ ഇത് കൊടുക്കാൻ കൂട്ടാക്കണില്ല, പിന്നെ വലുതിനെ കൊടുക്കും. അപ്പോൾ ഉബൈ പറയാൻ ഞാൻ ഉദ്യോഗസ്ഥനാണ്, എനിക്കിത് എടുക്കാനേ പറ്റുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് പറയാൻ. അവർ അവിടുന്ന് അയാൾ ഈ ഒട്ടകങ്ങളെയും തൊളിച്ച് മദീനയിലേക്ക് വന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് നബിയോട് പറയാൻ റസൂലെ ബിന്ത് മഹാദിനെ എടുക്കുന്നത് ലാ ബഹ്റുൻ വലാ ലബനുൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ ബാധ്യത അതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അയാൾ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട് ഹദിഹി നാഖത്തുൻ ഫതിയ്യത്തുൻ സമീനത്തുൻ അദീമ, വലിയ കൊഴുത്ത ഒട്ടകത, അതിനെടുത്തോളിയും എന്ന് പറയണം. അപ്പോൾ റസൂൽ പറയുന്നത് ബാധ്യത ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറയണം. അപ്പോൾ അയാൾ ആ വലിയ ഒട്ടകത്തെ കൊടുത്ത്. അപ്പോൾ റസൂൽ ബർക്കത്തിന് വേണ്ടി തേടിയെന്നാണ്. കൊടുക്കുന്നത് തെറ്റില്ല, പക്ഷെ ബാധ്യത അല്ല. ഒരു സക്കാത്ത് കൊടുക്കുന്ന സമയത്താണല്ലോ റസൂൽ പറഞ്ഞത് ഇത്തഖി ദഅവത്തൽ മദ്ലൂം. ഒരാൾ ഇത് എടുക്കണവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അല്ലേ? കൊണ്ടുവരുന്നവനും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കൊടുക്കണവനെ സംബന്ധിച്ചിടത്തോളം അയാൾ ശരിയാണ്, മുതലാളിയാണ്, പണക്കാരനാണ്, പക്ഷേ അയാൾ മർദ്ദിക്കപ്പെടാൻ പാടുള്ളതല്ല, അയാൾ ആക്രമിക്കപ്പെടാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സക്കാത്ത് എടുക്കുമ്പോൾ എടുക്കണവനോടാണ് പറഞ്ഞത് ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദ്ദിതൻ്റെ പ്രാർത്ഥന സൂക്ഷിച്ചോ. ഫൈനഹ ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്. അവിടെ മർദ്ദിതൻ ആരാ? ഈ സ്വത്തിൻ്റെ മുതലാളിയാണ്, ഉടമസ്ഥനാണ്. കാരണം ഈ ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കാൻ വന്നവനാണ്. അപ്പോൾ അനർഹമായത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളെ ദ്രോഹിക്കലാണ്, അത് പാടില്ല. അതുകൊണ്ട് പറഞ്ഞത് അവിടെ ഈ വിഷയം. ഏതായാലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയാണ് ഫദറബ ബിനദ്ദഹ്റു ദർബത്തൻ എന്നാണ്. കാലം കുറേ കഴിഞ്ഞു പോയി, അതതിൻ്റെ അർത്ഥം. കാലം കുറേ കഴിഞ്ഞു പോയി. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കെ പിന്നെയും ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് സക്കാത്ത് പിരിക്കാൻ പോണ വിഷയമാണ് പറയുന്നത്. ഈ മനുഷ്യൻ അന്ന് 30 ഒട്ടകല്ലേ നബിയുടെ കാലത്ത്. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇയാളുടെ ഒട്ടകങ്ങളുടെ എണ്ണം എത്രയാണ് ഞാൻ പറഞ്ഞിരുന്നത്? ഓർക്കില്ല? 1500 ഒട്ടക അയാൾക്ക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ബർക്കത്തിന് വേണ്ടി തേടിയതല്ലേ, ആ ബർക്കത്ത് 1500 ഒട്ടകം. സക്കാത്ത് പിരിക്കാൻ പോയപ്പോൾ ഈ 1500 ഒട്ടകങ്ങൾക്ക് 30 ഹിക്കയെ നൽകിയതാണ്. 30 ഹിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വയസ്സ് കഴിഞ്ഞ് 4-ാം വയസ്സിലേക്ക് പ്രവേശിച്ച 30 പെണ്ണൊട്ടകങ്ങൾ സക്കാത്ത് കൊടുത്തതാണ് ഇയാൾ. ഇസ്ലാമിലെ നിയമം 30 പെണ്ണൊട്ടകങ്ങളെ കൊടുക്കുമ്പോൾ ഈ ഹിക്ക എന്ന് പറഞ്ഞാൽ 2 വയസ്സ് 3-ാം വയസ്സിലേക്ക് പ്രവേശിച്ചതാണ്, 2 കഴിഞ്ഞിട്ട് 3-ലേക്ക്. അപ്പോഴാണ് ഒട്ടകം ഗർഭധാരണത്തിന് യോഗ്യമാകുക. കൂറ്റന് പുറം കയറാൻ ഈ പ്രായത്തിലാണ്. അതുകൊണ്ടാണ് ഹിക്ക എന്ന് പറഞ്ഞത് പേര്. 30 ഒട്ടകത്തെ കൊടുത്തു എന്നാണ്. ഈ 30 ഒട്ടകങ്ങൾ കൊടുക്കുമ്പോൾ നിയമം എന്താണ്? ഇതിൻ്റെ ഫഹലിനെയും കൊടുക്കണം എന്നാണ്. ഫഹല് കാരണം എന്താ? ഇതിന് പുറം കയറാനുള്ള കൂറ്റൻ അല്ലേ? അപ്പോൾ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇയാൾ 1500 ഒട്ടകങ്ങളുടെ ഉടമസ്ഥനാണ്. 30 ഹിക്ക ഒട്ടകങ്ങളെ സക്കാത്ത് കൊടുത്തു, കൂടെ ഒരു ഫഹലിനെയും കൊടുത്തു എന്നാണ് മനസ്സിലല്ലേ പറയുന്നത്. ഏതായാലും അവിടെ ആ പ്രയോഗം ഹാദിഹി നാഖത്തുൻ ഫതിയ്യത്തുൻ സമീനത്തുൻ അദീമ, അതിനെടുത്തോളിയും എന്ന് അയാൾ പറഞ്ഞത്. അത് അയാളുടെ ആത്മാർത്ഥ. ആ ഒട്ടകങ്ങളായിട്ട് മുഴുവൻ അവിടുന്ന് വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കാൻ. അൽഹംദുലില്ലാഹ്, ആ ആത്മാർത്ഥതക്കുള്ള പ്രതിഫലം അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഏതായാലും അലക്കുള്ളി ഞാനിവിടെ പറഞ്ഞ വിഷയം ഇതാണ്. ഈ സബ്അ ബഖറാത്തിൻ സിമാൻ, അതിനെയാണ് ആര് കണ്ടത്?
രാജാവ് കണ്ടത് എങ്ങനെ? സ്വപ്നമായിട്ട്. യഅ്കുലുഹുന്ന സബ്ഉൻ ഇജാഫുൻ, യഅ്കുലുഹുന്ന അവയെ തിന്നുന്നു. അവയെ എന്ന് പറഞ്ഞാൽ ആരെ തിന്നുന്നു? ഈ തടിച്ച കൊഴുത്ത പശുക്കളെ തിന്നുന്നു. യഅ്കുലുഹുന്ന അവയെ തിന്നുന്നു. ആര് തിന്നുന്നു? സബ്ഉൻ ഇജാഫുൻ. സബ്ഉൻ എന്ന് പറഞ്ഞാൽ 7. ഇജാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ഉ ബഖറാത്തിൻ ഇജാഫാണ്, 7 മെലിഞ്ഞ പശുക്കൾ. ഇജാഫ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ. ഇജാഫ്. അജ്ഫ എന്നതിൻ്റെ ബഹുവചനാണ് ഇജാഫ്. അജ്ഫ, ഇജാഫ്. സാധാരണ തടിച്ചതാ തിന്നുക ആരെ? മെലിഞ്ഞതിനെ അല്ലേ? തടിച്ചതാ തിന്നുക ആരെ? മെലിഞ്ഞതിനെ. ഇത് നേരെ തിരിച്ചാണ്, ഉൾട്ടയാണ്. മെലിഞ്ഞതാണ് ആര് തിന്നുന്നത്? തടിച്ചതിനെ തിന്നുന്നത്. അപ്പോൾ അതൊരു ആ സ്വപ്നം ഒരു പ്രശ്നമല്ലേ? മെലിഞ്ഞത് തടിച്ചതിനെ തിന്നുമ്പോൾ അതിലൊരു വിഷയമുണ്ട്. അപ്പോൾ പിന്നെ അതാണ് രാജാവിന് ആകെ ഹാലിളകിയത്. ഹാലത്ഹു എന്നാണ് ഈ സ്വപ്നം മൂപ്പരെ ആകെ ബേജാറാക്കി കളഞ്ഞു എന്നുള്ളതാണ്. സബുൻ ഇജാഫ്. ഇജാഫ് എന്ന് പറഞ്ഞാൽ അജ്ഫ എന്നതിൻ്റെ ബഹുവചനം, മെലിഞ്ഞവ. നമ്മൾ ഈ ഉദ്ഹിയ അറക്കുന്ന മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അന്യൂനമായിരിക്കണം എന്നാണ്. ഉദ്ഹിയൻ്റെ മൃഗം അന്യൂനമായിരിക്കണം. അപ്പോൾ അതിൻ്റെ റസൂലുള്ള പറയുന്നുണ്ട്, ഉദ്ഹിയ മൃഗം പിന്നെ അത് അൽ അർജ ഉൽ ബയ്യിനു അറജുഹ അല്ലെങ്കിൽ ദിലഉഹ വൽ അവറ ഉൽ ബയ്യിനു അവറുഹ വൽ മരീദത്തുൽ ബയ്യിനു മറദുഹ വൽ അജ്ഫ ഉല്ലദീ ലാ തുൻഖി എന്ന് പറയുന്നുണ്ട്. എന്താ? മുടന്തി നടക്കണതിന് അറക്കാൻ പാടില്ല, അതാണ് അൽ അർജ ഉൽ ബയ്യിനു ദിലഉഹ. പിന്നെ വൽ അവറ ഉൽ ബയ്യിനു അവറുഹ, കാഴ്ചയില്ലാത്തതിന് ഉദ്ഹിയ അറക്കാൻ പാടില്ല. അതേപോലെ തന്നെ അൽ അർജ ഉൽ ബയ്യിനു ദിലഉഹ വൽ അവറ ഉൽ ബയ്യിനു അവറുഹ വൽ മരീദത്തുൽ ബയ്യിനു മറദുഹ, രോഗമുള്ളതിന് അറക്കാൻ പാടില്ല. പിന്നെ വൽ അജ്ഫ അല്ലത്തി ലാ തുൻഖി, ഈ തലച്ചോറൊന്നുമില്ലാതെ അജ്ഫ ആയതിനെ അറക്കാൻ പാടില്ല. അജ്ഫ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, പറ്റ മെലിഞ്ഞ്. നടന്മാർ അറിയും, തൃക്കളാമ്പി അറിയും, വടിച്ചു കൂട്ടിയാൽ 1 കിലോ ഉണ്ടാവില്ല അറിയില്ലേ, അമ്മാരി, അതിനാണ് അജ്ഫ എന്ന് പറയുക. ഈ മുഖില്ലെങ്കിൽ പിന്നെ മെലിയും, അതാണ് അൽ അജ്ഫ ഉല്ലത്തി ലാ തുൻഖി എന്ന് പറയുന്നത്. തലച്ചോറ് വറ്റി പിന്നെ മെലിഞ്ഞ ഇതിനെ അറക്കാൻ പാടില്ല എന്നാണ്. ഈ സവാദ ഇബ്നു റബീഅ മദീനയിൽ വന്നപ്പോൾ പിന്നെ റസൂലുള്ള 10 ഒട്ടകങ്ങളെ കൊടുത്ത് പറഞ്ഞില്ലേ? സവാദക്ക് 10 ഒട്ടകങ്ങളെ നൽകി റസൂലുള്ള, പെണ്ണൊട്ടകങ്ങളാണ്. അപ്പോൾ ഒട്ടകങ്ങൾ നൽകിയപ്പോൾ ഞാൻ പിന്നെ ആ റസൂലുള്ള പറയാണ്, ഈ ഒട്ടകങ്ങളായിട്ട് സവാദ പോകുമ്പോൾ, സവാദ ഇബ്നു റബീഅ പോകുമ്പോൾ പറയാണ്, സവാദ നിങ്ങളുടെ നാട്ടിലെത്തിയാൽ, അദ്ദേഹം ജർമ്മിയാണ്. ജർമ്മി എന്ന് പറഞ്ഞെങ്കിലൊക്കെ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബലി, ഉദ്റ, ഇതൊക്കെ ഈ തബൂക്ക് ഭാഗം അതിനപ്പുറത്തേക്കുള്ള ഭാഗത്താണ്. അപ്പോൾ അവിടേക്ക് ഈ ഒട്ടകങ്ങളായിട്ട് പോകുമ്പോൾ റസൂലുള്ള പറയാണ്, മുർ ബനീഖ് അൻ യുഹ്സിനു ഗിദാഅ റിബാഇഹ വ അൻ യഹ്ലിബു അലൈഹ സിഖാലഹ ഹത്ത ലാ തുദ്രികഹൽ സനതു വഹിയ ഇജാഫ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പെണ്ണൊട്ടകങ്ങളെ കറക്കണ കുട്ടികളോട്, നിങ്ങളെ മക്കളോട് പറയണം, സവാദനോട് പറയണം, മക്കളോട് പറയണം, കുട്ടികൾക്ക് നന്നായിട്ട് തീറ്റ കൊടുക്കണം, ഒട്ടക കുട്ടികൾക്ക്, എന്നിട്ടേ തള്ളാരെ കറക്കാൻ പാടുള്ളൂ. ഫല്ലി അഹ്ലിബു അലൈഹ സിഹാലഹ, തള്ളൊട്ടകങ്ങളെ കറക്കണതിന് മുമ്പ് ഒട്ടക കുട്ടികൾക്ക് നന്നായിട്ട് തീറ്റ കൊടുക്കണം. എന്തിന്? ഹത്ത ലാ തുദ്രികഹ അസ്സനത്തു വയ്യ ഇജാഫ്, ഈ കുട്ടികൾ മെലിഞ്ഞ് അപകടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പാല് നിങ്ങൾ കറന്നെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? വേറെ തീറ്റ, കാലിത്തീറ്റ വേറെ കൊടുക്കണം. പിന്നെ പറയുന്നുണ്ട്, പിന്നെ ഒമുറുഹും ഐ യുക്കല്ലിമു അദ്ഫാറഹും, മക്കളോട് പറയണം അവരുടെ നഖം വെട്ടാൻ. എന്തിനാ നഖം വെട്ടണത്? വല യുബത്ത ബിഹാ ദുറു മവാശിഹി, കറക്കുമ്പോൾ, പാല് കറക്കുമ്പോൾ അകിട്ടിൽ മുറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടകങ്ങളെ കറക്കുമ്പോൾ ഇങ്ങനെ പിയുമല്ലോ, അപ്പം നഖം കൊണ്ടിട്ട് അകിട് മുറിവ് വീഴാതിരിക്കാൻ മക്കളോട് നഖം വെട്ടാനും പറയുന്നുണ്ട്. ആ ഹദീസിൽ കാണാം, ഇജാഫായിട്ട് കിടാങ്ങൾ, ഒട്ടക കിടാങ്ങൾ മരിക്കാതിരിക്കാൻ എന്താണ് അവർക്ക് നന്നായിട്ട് തീറ്റ കൊടുത്തിട്ട് തള്ളൊട്ടകങ്ങളെ കറക്കാവൂ എന്ന് പറയുന്നുണ്ട്. അതാണ് ഇജാഫ്. ഇജാഫ് എന്ന് പറഞ്ഞാൽ അതാണ് മെലിഞ്ഞ. അറാ സബ്അ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന, അവയെ തിന്നുന്നു, സബ്ഉൻ ഇജാഫ്, മെലിഞ്ഞ 7 പശുക്കൾ. ബൈബിളിലൊക്കെ ഈ മെലിഞ്ഞ പശുക്കൾ, തടിച്ച പശുക്കൾ ആദ്യം ഇങ്ങോട്ട് കടലിൽ നിന്ന് വന്നു എന്നാണ്, വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഞാൻ അറബി തഫ്സീറിൽ വായിച്ചാട്ടോ, ബൈബിളിൽ നേരിട്ട് വായിച്ചാലോ. പിന്നെ അതിനെ തുടർന്നിട്ട് മെലിഞ്ഞ പശുക്കൾ വന്നു എന്നാണ്. ഈ മെലിഞ്ഞ പശുക്കൾ വന്നിട്ട് ഇതിനൊന്നായിട്ട് വിഴുങ്ങി എന്നാണ്.
ഒന്നായിട്ട് തടിച്ച പശുക്കളെ ഒന്നായിട്ട് വിഴുങ്ങി. അതാണ് രാജാവ് കണ്ട സ്വപ്നം എന്നാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് യഖുലുഹുന്ന സബഉൻ ഇജാഫുൻ. നമുക്കത് മതി അൽഹംദുലില്ലാ. ഇനി പിന്നെ സ്വപ്നം തീർന്നിട്ടില്ല. വസബ്അ സുംബുലാത്തിൻ ഖുദ്രിൻ വ ഉഖറ യാബിസാത്ത്. എന്താ രാജാവ് കണ്ടു വസബ്അ സുംബുലാത്തിൻ. സബ് എന്നാണ് 7, സുംബുലാത്ത് എന്താ സുംബുല? സുംബുല ഇന്നുണ്ടായത് സുംബുലത്ത്, അതിൻ്റെ ബഹുവചനമാണ് സുംബുലാത്ത്. സുംബുല എന്താ? കതിർക്കുലകൾ, കതിരുകൾ, ധാന്യം വിളയുന്ന കുലകൾ, ധാന്യ മണിക്കുലകൾ 7 സുംബുലാത്ത്. ഒരു സഹാബി വനിത ഉണ്ടല്ലോ, ഉമ്മു സുംബുല അൽ അസ്ലമിയ, ബനു അസ്ലം ഗോത്രക്കാരിയാണ്. ഒരിക്കൽ ഒരു മദീനത്തെ ഒരു സംഭവം ഉണ്ടായി. ഈ ഉമ്മു സുംബുല റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു ഹദിയായിട്ടാണ് വന്നത്. ഹദി എന്താണ്? പാലാണ്, ലബൻ, ഒട്ടകങ്ങളെ കറന്ന പാലായിട്ട് വന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൊണ്ടുവന്നത്. അപ്പോൾ ആയിഷ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ഹദിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തന്നെ വാങ്ങിയില്ല. കാരണം അറാബികളിൽ നിന്ന്, ഇവർ അറാബികളാണ്, ഗ്രാമീണരാണ്. അറാബികളിൽ നിന്ന് ഹദിയ വാങ്ങരുതെന്ന് റസൂലുള്ളാഹി വിലക്കിയിരുന്നു. അതുകൊണ്ട് വാങ്ങിയില്ല. അപ്പോൾ മുപ്പത്തിയേര് അത് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഹാദിഹി യാ ഉമ്മ സുംബുല, സുംബുല ഇതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് ലബനുൻ, ഇത് പാലാണ്, പിന്നെ ഞാൻ നിങ്ങൾക്ക് ഹദിയായിട്ട് കൊണ്ടുവന്നാന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ഉസ്കുബിയ ഉമ്മി സുംബുല, ഉസ്കുബി ആണെന്താ? അത് പാത്രത്തേക്ക് പാർന്നു തരാൻ പറയാണ്. അത് പാർന്നു തരുമെന്ന് പറയാണ്. അപ്പം സുംബുല വേഗം പാർന്ന് ആയിഷ റളിയല്ലാഹു തന്നെ നോക്കിക്കണുണ്ടാ. അപ്പോൾ പിന്നെ പാർന്നപ്പോൾ റസൂൽ പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അത് വാങ്ങി. പിന്നെ റസൂൽ പറഞ്ഞു ഉസ്കുബിയ ഉമ്മ സുംബുല, സുംബുല ഇനിയും പറയാൻ പറഞ്ഞു. അപ്പോൾ വേറെ പാത്രത്തേക്ക് വന്നിട്ട് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച് റസൂലുള്ളാഹി കുടിച്ച്, അബൂബക്കർ റളിയല്ലാഹു കുടിച്ച്. അങ്ങനെ പിന്നെ ആ പാല് ബാക്കി അവിടെ വെച്ചിട്ട് സുംബുല പോവാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, റസൂലെ നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളോട് അറാബികളിൽ നിന്ന് ഇനി ഹദിയ വാങ്ങരുതെന്ന്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ ആയിഷ, ഇവർ അറാബികളല്ല, ഇവർ അഹ്ലുൽ ബാദിയാണ്, ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളാണ്. ഗ്രാമത്തിൽ താമസിക്കുന്ന എല്ലാവരും അറാബികളായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇവരിൽ നമുക്ക് വാങ്ങാം എന്ന് പറയണം. ഈ അറാബികളുടെ പ്രശ്നം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അറാബികളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, വമിനൽ അറാബി, അറാബികളുടെ ഒരു വിഭാഗമാണ്. അവർ പിന്നെ അറാബികൾ കടുത്ത ഭാഷികളാണ്, രൂക്ഷ പ്രകൃതക്കാരായിട്ട് അങ്ങനെ ടീമുണ്ട് അറാബികളിൽ. അപ്പോൾ ഈ അറാബികളിൽ നിന്ന് വാങ്ങരുത് ഹദിയ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഒരു അറാബി വന്ന്, എന്നിട്ട് റസൂലുള്ളാഹിക്ക് എന്തോന്ന് കൊടുത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോന്ന് കൊടുക്കണം, എന്തിനാണ് റസൂലുള്ളാഹി ഇവിടുന്ന് കുറേ കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കാൻ കുറേ കൊടുത്തിട്ട് പറഞ്ഞു, നീ മതിയെന്ന് ചോദിച്ചു. അല്ല നീ മതിയായിട്ടില്ല, ഇനിയും വേണമെന്ന്. അപ്പോൾ രണ്ടാമതും കൊടുത്ത്, മതിയോ ചോദിച്ചു. എല്ലാം മതിയായിട്ടില്ല. മൂന്നാമതും കൊടുത്ത്. അങ്ങനെ കുറേ എത്തിയാണ് മൂപ്പര് പോണത്. അപ്പോൾ ഇത് ഒരുതരം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സ്വഭാവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അറാബികൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത് എന്ന് റസൂലുള്ളാഹി താൽക്കാലികമായിട്ട് വിലക്കിയിരുന്നു. അതാണ് ഇവിടെ വിഷയം. എല്ലാ അഹ്ലുൽ ബാദിയ അവരെല്ലാം എന്തല്ല, ഈ അറാബികളല്ല എന്നുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ബാദിയയിൽ നിന്നുള്ള ആളുകൾ പലതും കൊണ്ടുവരാറുണ്ട്. ഏതായാലും ഇതിൽപ്പെട്ടതാണ് ആര്? ഈ മഹദി ഉമ്മു സുംബുല അൽ അസ്ലമിയ റളിയല്ലാഹു തആല അൻഹ. ഹദീസുകളിൽ മഹദിയെ നമ്മൾ വായിക്കും. സുംബുല പേര് ഒരു അബ്ബാദ് ഇബ്നു ഷർഹബീൽ എന്ന് പറഞ്ഞിട്ടൊരു സഹാബി. അദ്ദേഹം ഉദരിയാണ്. അബ്ബാദ് ഇബ്നു ഷർഹബീൽ അൽ യഷ്കുരി അൽ ഗുബരി അൽ യഷ്കുരിയാണ്. അബ്ബാദ് ഇബ്നു ഷുർഹബീൽ അൽ ഗുബരി അൽ യഷ്കുരി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊരു പകർച്ച, പട്ടിണി ബാധിച്ചപ്പോൾ ഞങ്ങളെ നാട്ടുകാരൊന്നായിട്ട് മദീനത്തേക്ക് വന്നു. മദീനത്തേക്ക് വന്നപ്പോഴത്തേക്ക് മഹ്മസത്ത് എന്നാണ് ഈ പറഞ്ഞത്. വന്നപ്പോഴത്തേക്ക് ആകെ വിശന്ന് വലഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അബ്ബാദ് ഇബ്നു ഷുർഹബീൽ എന്ത് ചെയ്തതാണ്, മദീനത്തെ ഒരു തോട്ടം കണ്ട്
ആ തോട്ടം കണ്ടപ്പോൾ എന്ത് ചെയ്തു, അതിൽ മതിൽ ചാടിക്കാണ്ട് വേഗം അതിൽ നിന്നുണ്ടല്ലോ സുമ്പുല പറിച്ചിട്ട് അത് ഫർക്ക് ചെയ്ത് തിന്നുന്നാണ്. സുമ്പുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കതിർക്കുല പറിച്ചിട്ട് അത് തൊലിച്ച് തിന്ന് വേഗം, അത്ര വിശപ്പ്. അയാൾ കുറേ തൊലിച്ച് തിന്നപ്പോഴാണ് മുതലാളി വരുന്നത്, ഈ തോട്ടത്തിൻ്റെ മുതലാളി വന്നപ്പോൾ അയാൾ എന്ത് ചെയ്ത്, ഇയാളെ പിടിച്ച് അടിച്ചും ചെയ്ത് അയാളുടെ വസ്ത്രം വലിച്ചു വാങ്ങുകയും ചെയ്തു തോട്ടത്തിൻ്റെ മുതലാളി. അങ്ങനെ ഈ അടിയിട്ടിട്ട് അബ്ബാദ് ബിൻ ഷുർഹബീൽ പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന്, മദീനത്താരല്ലേ ഇവർ യഷ്കുരികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ തബൂക്കിൻ്റെ ആ ഭാഗത്ത് അവിടെയുള്ള ടീമാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ വിശപ്പ് കാരണത്താലാണ് ഞാൻ കയറിയിട്ട് ആ പച്ച ഈ സുമ്പുല തൊലിച്ച് തിന്നത്, പക്ഷേ എൻ്റെ വസ്ത്രം അയാൾ വാങ്ങി എന്നെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സഹാബിനെ വിളിച്ച്, അൻസാരിയായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ ജാഹിലാണ്. ജാഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം ഇല്ലാത്ത ആളാണ്. അയാളെ നിങ്ങൾ പഠിപ്പിക്കായിരുന്നു വേണ്ടിയിരുന്നത്, പഠിപ്പിച്ചതുമില്ല. അയാൾ ജാഇയ, വിശക്കുന്ന ആളായിരുന്നു. അയാളെ നിങ്ങൾ തീറ്റിയതുമില്ല. നിങ്ങൾ അയാളെ കൈകാര്യം ചെയ്യേ, അയാളുടെ ഡ്രസ്സ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, പിന്നെ അയാളെ വിശപ്പം മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഒരു വസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര, ഒരു വസ്തു എന്ന് പറഞ്ഞാൽ 60 സാഴ് ധാന്യം ഈ അൻസാരി പിന്നെ എനിക്ക് തന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിലപാട് സ്വീകരിച്ചപ്പോൾ. ഒരു വ്യക്തി പിന്നെ എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനെടുത്ത് തിന്നു എന്നുള്ളത് പ്രധാനമാണ്. വിശന്ന് പൊരിഞ്ഞ് വരുന്ന ഒരാളെടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അയാളെ ശിക്ഷക്ക് വിധേയമാക്കുകയോ ശകാരിക്കുകയോ ചെയ്തിട്ടില്ല. അത് വകവെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്, അവർക്ക് കൊടുക്കാനാണ് പറയേണ്ടത്. ഏതായാലും ഇവിടെയൊക്കെ ഈ നമ്മുടെ വിഷയം അതാണ്. ഫഅഖത്തു സുംബുലതൻ ഫറക്തുഹ ഫഅകൽതുഹ എന്നാണ് പറഞ്ഞത്. ഞാനൊരു സുംബുല എടുത്തിട്ട് അതിൻ്റെ തൊലി കഴിച്ചിട്ട് ഞാൻ അത് തിന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സുംബുലാത്ത് അല്ലേ, സബ്അ സുംബുലാത്ത്, 7 കതിർക്കുലകൾ. അത് ഖുദ്രീൻ എന്ന് പറഞ്ഞാൽ ഖദ്റ എന്നതിൻ്റെ ബഹുവചനമാണ് ഖുദർ, പച്ച. ഖദ്റ എന്ന് പറഞ്ഞാൽ പച്ച, അതിന് ബഹുവചനമാണ് ഖുദർ, പച്ച കതിർക്കുലകൾ. വിശുദ്ധ ഖുർആനിൽ വേറൊരിടത്ത് വന്നിട്ടുള്ളത്, മസലല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ. സുംബുലാത്ത് എന്നുള്ളത് ബഹുവചനമാണ്, സനാബിൽ എന്നുള്ളതും ബഹുവചനമാണ്. സനാബിൽ സബ്അ സുംബുലാത്തിൻ ഖുദ്രിൻ വ ഉഖറ യാബിസാത്ത്. എന്താ ഉഖറ യാബിസാത്ത്? വ ഉഖറ എന്ന് പറഞ്ഞാൽ മറ്റു, യാബിസാത്ത് എന്താണ്? യാബിസാത്ത് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്. ഖുദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച, യാബിസ് എന്ന് പറഞ്ഞെങ്കിൽ ഉണങ്ങിയത്, യാബിസത്തുൻ യാബിസാത്ത്, ഉണങ്ങിയ മറ്റ് 7 എന്നുള്ളതാണ്. വാവുൽ ആത്തിഫാണ്. അപ്പോൾ പച്ച 7 കതിർക്കുലകൾ, ഉണങ്ങിയ 7 മറ്റു കതിർക്കുലകൾ. ഇതാണ് രാജാവ് കണ്ട സ്വപ്നം. ഇത് സംഭവം രാജാവിനെ ആകെ ഇടങ്ങാറാക്കി ഈ ഒരു സ്വപ്നം. അതുകൊണ്ട് തന്നെ രാജാവ് ഉടൻ യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫീ റുയായി ഇൻ കുൻതും ലിറുയാ തഅബുറൂൻ, രാജാവ് പ്രഖ്യാപിച്ചു. യാ അയ്യുഹൽ മല, അൽ മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രമുഖർ, പ്രമാണിമാർ, അതായത് കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരും പ്രഗത്ഭമതികളുമായ ആളുകളെയാണ് അദ്ദേഹം വിളിക്കുന്നത്. യാ അയ്യുഹൽ മല. കൊട്ടാരത്തിൽ മാത്രമല്ല കേട്ടോ, ചിലർ പറഞ്ഞത് ഈജിപ്തിലുള്ള സ്വപ്നം വ്യാഖ്യാനിക്കാവുന്ന ആളുകളെ, പണ്ഡിതന്മാരൊക്കെ വിളിച്ചു എന്നുള്ളതാണ്. യാ അയ്യുഹൽ മല, മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് പ്രമുഖർ, പ്രമാണിമാർ എന്നുള്ളതാണ്. കാരണം ഈ സ്വപ്നത്തിൻ്റെ ഗൗരവം അത് മുഖവിലൊക്കെ എടുത്തിട്ടാണ് എല്ലാവരെയും വിളിച്ചതെന്നാണ്. യാ യുവൽ മല, ഈജിപ്തിലുള്ള പ്രമുഖരെ എല്ലാം വിളിച്ചു. എന്നിട്ട് അഫ്തൂനി ഫി റുയായ, റുയായ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ അഫ്തൂനി, എനിക്ക് ഫത്വ തരൂ എന്നാണ്, വിശദീകരണം തരൂ. അഫ്തൂനി, നിങ്ങൾ എനിക്ക് വിശദീകരണം തരൂ. ഫീ റുയായ, എൻ്റെ സ്വപ്നത്തിൽ. ഇൻ കുൻതും ലിറുയാ തഅബുറൂൻ, എന്താ ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ ലിറുയ സ്വപ്നങ്ങൾക്ക് തഅബുറൂൻ. എന്താ തഅബുറൂൻ? തഅബുറൂൻ എന്ന് പറഞ്ഞാൽ അബറയിൽ നിന്നല്ലേ, അബറ എന്ന് പറഞ്ഞാൽ എന്താ? ഉബൂർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഉബൂർ എന്ന് പറഞ്ഞാൽ മുറിച്ച് കിടക്കണേനല്ലേ പറയാ. ഇപ്പോൾ ഒരു നദി മുറിച്ച് കിടക്കണമെങ്കിൽ അതിനാണ് ഉബൂർ എന്ന് പറയാം. റോഡ് മുറിച്ചെടുക്കുമ്പോൾ ഉബൂർ ഷാരിയ എന്ന് പറയാം. റോഡിൻ്റെ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് മുറിച്ചെടുക്കുക. ആ മുറിച്ചെടുക്കുന്ന പ്രയോഗം ഇവിടെ
ഇൻ കുത്തുൽ ലിറുയ തഅബുറൂൻ. ഇവിടെ സ്വപ്നത്തിൽ എന്താ മുറിച്ച് കിടക്കണ്? കണ്ട സ്വപ്നം, കണ്ട കാഴ്ച, അതിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള പോക്കാണ്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലൊരു സ്വപ്നം കണ്ട്. എന്താ മദീനയിൽ കണ്ടത്? പിന്നെ ഉമർ കണ്ടത് റആ ദീകൻ യൻഖുറുഹു നഖറത്തൈൻ എന്നാണ്. ഒരു പൂവൻ കോഴി അദ്ദേഹത്തെ 2 കൊത്തുന്നതാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ ആ സ്വപ്നം ഉമർ എന്ത് ചെയ്തു? മദീനയിൽ പറഞ്ഞ്. എന്താ ഉമർ കണ്ടത്? ഉമർ കണ്ടത് ഒരു പൂവൻ കോഴി അദ്ദേഹത്തെ കൊത്തുന്നതാണ്. അപ്പോൾ ആ സ്വപ്നം പറഞ്ഞപ്പോൾ അസ്മാ ബിന്തു ഉമൈസാണ് അത് വ്യാഖ്യാനിച്ചത്. അസ്മാ ബിന്തു ഉമൈസ് അൽ ഖസ്അമിയ പറഞ്ഞത് യഖ്തുലുക റജുലുൻ അജമിയുൻ, അങ്ങയെ ഒരു അനറബി കൊല്ലും എന്നുള്ളതാണ്. അങ്ങയെ ഒരു അനറബി കൊല്ലും എന്നുള്ളതാണ്. അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉമർ തന്നെ പറഞ്ഞു, എൻ്റെ അജൽ അടുത്തിട്ടുണ്ട്, കാരണം ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതെന്താണ്? എന്നെ ഒരു പൂവൻ കോഴി കൊത്തുന്നതാണ്. അപ്പോൾ താൻ വധിക്കപ്പെടുമെന്നുള്ളത് ഉമർ വ്യാഖ്യാനിച്ചു. പക്ഷേ അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അത് എന്ത് ചെയ്തു? ഒന്നുകൂടി സ്പഷ്ടാക്കി. ഒരു അനറബി നിങ്ങളെ കൊല്ലും എന്നുള്ളത്. അനറബിനെ കൊന്നത് അല്ലേ? ആരാ? അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ഒരു മജൂസി മതക്കാരനാണ് ഉമറിനെ കുത്തിയത്. ഉമറിനെ കത്തി കൊണ്ട് കുത്തുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അതാണ് സ്വപ്നം. ഇവിടെ പിന്നെ ഉമർ കണ്ട സ്വപ്നം അതെന്താ? കോഴി കൊത്തുന്നതാണ്. അതിൽ നിന്ന് പിന്നെ അത് പോവുകയാണ് ഇവിടേക്ക്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഉമറിൻ്റെ രക്തസാക്ഷിത്വമാണ് അല്ലേ? അപ്പോൾ ആ കണ്ടതിൽ നിന്നുള്ള പോക്ക് ഏതിലേക്ക്? യാഥാർത്ഥ്യത്തിലേക്ക്. അതൊരു തരം എന്താണ്? ഉബൂറാണ്. സ്വപ്നങ്ങൾ ഇല്ലേ? ഒരു വ്യക്തി മുഹമ്മദ് ബിൻ സീരീനോട് നോമ്പിന് അയാൾ ഇത് എന്തോ ഒരു ഹബീസ എന്തോ തിന്നുന്നത് കണ്ടതാണ് സ്വപ്നം. ഹബീസ തിന്നണത് കണ്ടു. അപ്പം നോമ്പിന് ഇത് തിന്നണത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഹബീസ പറഞ്ഞാൽ നല്ല സ്വീറ്റാണ്, ഒരു മധുരപലഹാരമാണ്. അത് തിന്നണ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സ്വപ്നം എന്താ? നോമ്പിന് ഇത് തിന്നണതാണ്. മുഹമ്മദ് ബിൻ സീരീൻ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് എന്താ? വളരെ വിചിത്രമാണ്. സ്വപ്നം കണ്ട വ്യക്തിനോട് മുഹമ്മദ് ബിൻ സീരീൻ ചോദിക്കാനേ, നിങ്ങൾ നോമ്പ് പോറ്റിട്ട് ഭാര്യനെ ചുംബിക്കാറുണ്ടോയെന്നാണ്. അയാൾ പറഞ്ഞത് അവർ ലാ തഫ്അൽ, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. കണ്ടോ? കണ്ട സ്വപ്നം ഒന്ന് ഉണ്ടല്ലോ, അതിൻ്റെ വ്യാഖ്യാനം കണ്ടോ? ഏതായാലും എന്താണ് ഇവിടെ പിന്നെ കണ്ട കാഴ്ച ഉണ്ടല്ലോ, ആ സ്വപ്നത്തിലെ കാഴ്ച, അതിൽ നിന്ന് വ്യാഖ്യാനം, അതിലേക്കൊരു പ്രയാണമുണ്ട്. അതാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ നടത്തുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ തഅബുറൂൻ എന്നുള്ള പ്രയോഗം വന്നതാണ് ഇവിടെ വിഷയം. യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫീ റുയായ, എൻ്റെ സ്വപ്നത്തിൽ എനിക്ക് ഫത്വ തരൂ, വ്യാഖ്യാനം തരൂ. ഇൻ കുൻതും ലിറുയ തഅബുറൂൻ, നിങ്ങൾ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവരാണെങ്കിൽ. ഇത് അവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ അദ്ദേഹം രാജാവ് റയ്യാൻ ഇബ്നുൽ വലീദ് ആവശ്യപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ഇനിയാണ് കഥ എങ്ങനെയാണ്, എന്താണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയം തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ല. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.